ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹുവിന്റെ 99 ഇസ്മിൽ വളരെ പ്രധാനപ്പെട്ട നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു ഇസ്മുണ്ട്. ആ ഇസ്മ നമ്മളെ വീട്ടിൽ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ചെയ്തു തരുന്നുണ്ട്. ഏതാണ് ആ ഇസ്മ, എവിടെയാണ് എഴുതി വെക്കേണ്ടത്, എങ്ങനെയാണ് എഴുതി വെക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നമ്മൾക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. അല്ലാഹുമ്മ ഖ്ലി ഹജാതിനാ യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മദ്ഫഉ ബലിയാതിനാ യാ ദാഫിയൽ ബലിയാത്. റഹ്മുറാഹിമീനായ രാജാതിരാജനായ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് എന്നും കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. പല വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ. ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് കാണുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാഹ്. സാമ്പത്തികമായ പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ. വീടില്ലാത്ത ആളുകൾക്ക് നല്ല വീട് നൽകണേ റഹ്മാനെ. ഉള്ള ജോലിയിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാഹ്. ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ. മനസ്സിന് സന്തോഷം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നൽകണേ റഹ്മാനെ. നിന്റെ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. സിഹ്ർ കണ്ണേറിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. ശത്രുക്കളെ തൊട്ട് കാക്കണേ അല്ലാഹ്. എല്ലാവിധ ശർറുകളെ തൊട്ടും കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് കാണുന്നവരെ നീ പരിഗണിക്കണേ റഹ്മാനെ. അവർക്ക് ഖൈർ നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. നിന്റെ അനുഗ്രഹം നൽകണേ അല്ലാഹ്. നിന്റെ കാവല് നൽകണേ അല്ലാഹ്. ആഫത്ത് മുസീബത്ത് എടങ്ങേറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഒരുപാട് രോഗികളുണ്ട്, പൂർണ്ണ ശിഫ നൽകണേ റഹ്മാനെ. ആരൊക്കെ ഞങ്ങളെ മജ്ലിസിൽ എന്തൊക്കെ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരെ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിക്കണേ അല്ലാഹ്. വശങ്ങൾ മുഴുവനും അകറ്റി കൊടുക്കണേ റഹ്മാനെ. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളുടെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് മഴ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്, അവരെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളെ കുടുംബങ്ങളിൽ ഖൈർ നൽകണേ റഹ്മാനെ. അയൽവാസികളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക് സന്തോഷവും ഈമാനും തഖ്വയും നൽകണേ അല്ലാഹ്. ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ്. ഭാര്യ മക്കളെ നീ കാക്കണേ റഹ്മാനെ. ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, മുത്തുനബിയെ സ്വപ്നം കാണാനും സിയാറത്ത് ചെയ്യാനുമുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ റഹ്മാനെ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യക്തികളാക്കി ഞങ്ങളെ മാറ്റി അനുഗ്രഹിക്കണേ അല്ലാഹ്. സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ ദാറുൽ മുബീൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എന്നും നമ്മളെ വീഡിയോ കാണുമെന്ന് കൂടെ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ എന്ത് ഉദ്ദേശങ്ങളുണ്ടെങ്കിലും ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അതൊക്കെ അല്ലാഹു പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മളെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് അവസാനം വരെ നിങ്ങൾ എല്ലാവരും കേൾക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന് 99 പേരുകളുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. പലർക്കും ഈ മജ്ലിസ് കാണുന്നവർക്ക് അള്ളാഹുവിന്റെ 99 പേര് കാണാതെ അറിയും. അള്ളാഹുവിന് 99 പേര് മാത്രമല്ല, 3000-ലേറെ പേരുകളുണ്ടെന്ന് മഹാന്മാര് അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില പേരുകൾ അമ്പിയാക്കൾക്ക് മാത്രം അറിയുന്നതാണ്. ചില പേരുകൾ ഔലിയാക്കൾക്കും ആരിഫീങ്ങൾക്കും അതുപോലെ തന്നെ അഖ്താബീങ്ങൾക്കും മാത്രമേ അറിയുള്ളൂ. ചില പേരുകളൊക്കെ 99 പേര് നമ്മളെ പോലത്തെ സാധാരണക്കാരായ ആളുകൾക്ക് അറിയും. ആ 99 പേരിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില പേരുകളുണ്ട്. അതും ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും അറിയുന്ന ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രധാനപ്പെട്ട പേരുകൾ അറിയുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്നതാണെന്ന് നമ്മൾക്കൊക്കെ അറിയാം.
അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് മഹാന്മാര് പറഞ്ഞത് ഇങ്ങനെയാണ്: അസ്മാഉല്ലാഹിൽ ഹുസ്ന, അള്ളാഹുവിന്റെ വളരെ പ്രധാനപ്പെട്ട പേരുകളുണ്ട്. കുല്ലുഹാ ഖൈർ, അത് മുഴുവനും ബർക്കത്തുള്ളതാണ്. അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത് മുഴുവനും ബർക്കത്തുള്ളതാണ്, ഒരു പേരിന് മാത്രമല്ല. 99 പേരും ബർക്കത്തുള്ളതാണ്, ഖൈറുള്ളതാണ്, നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്നതാണ്. ലാ യഹ്ഫളുഹാ അഹദുൻ ഇല്ലാ ദഖലൽ ജന്ന. ആ 99 പേര് ശരിക്കതിന്റെ അർത്ഥം അറിഞ്ഞ ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയാം. അതുകൊണ്ട് എല്ലാവരും അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കണം. എന്നും ഒരു 5 വക്ത് നിസ്കാരത്തിന് ശേഷം അസ്മാഉൽ ഹുസ്ന ഇങ്ങനെ ചൊല്ലി ദുആ ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലായി നമുക്ക് കാണാതെ പഠിയും. അതുകൊണ്ട് നമ്മളെ മജ്ലിസ് കാണുന്ന എല്ലാ ആളുകളും അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കണം. സ്വർഗ്ഗാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, ഖുർആൻ പറയാണ് അല്ലാഹുവിന് വളരെ പ്രധാനപ്പെട്ട പേരുകളുണ്ട്. ഫദ്ഉ ബിഹാ, ആ പേരുകൾ വെച്ച് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തോളൂ, പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകുന്ന പറയുന്നത്. മഹാന്മാർ വിശദീകരിച്ച് പറയാണ്. അതുകൊണ്ട് അസ്മാഉൽ ഹുസ്ന ഓതി ദുആ ചെയ്താൽ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകുന്നുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബു മൻ അഹബ്ബ അസ്മാഅഹുൽ ഹുസ്ന, അല്ലാഹുവിന്റെ പേരുകളെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്ന പറയുന്നത്. അള്ളാഹിന്റെ പേരിനെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ ആ വ്യക്തിയെ ജഗന്നിയന്താവായ അള്ളാഹു ഇഷ്ടപ്പെടും. പോരെ, അതുപോലെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അള്ളാഹുവിന്റെ തൃപ്തിയില്ലാതെ നമ്മൾക്ക് ഇരു വീട്ടിലും വിജയിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ തൃപ്തി വേണോ? അസ്മാഉൽ ഹുസ്നയെ ബഹുമാനിച്ചോ, അസ്മാഉൽ ഹുസ്നയെ സ്നേഹിച്ചോ എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ലാ യളുറു മാ ഇസ്മില്ലാഹി ശൈഉൻ. അസ്മാഉൽ ഹുസ്ന ഒരാൾ കാണാതെ പഠിച്ചാൽ, അസ്മാഉൽ ഹുസ്നയുമായി ഒരാൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഓനെ ശല്യപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയില്ല. പിന്നെ ഒരു ശർറും ഒരു ബുദ്ധിമുട്ടും അവന്റെ ജീവിതത്തിലേക്ക് വരികയില്ല എന്ന് മഹാന്മാർ അവരെ കിതാബുകളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ആ അള്ളാഹുവിന്റെ 99 ഇസ്മിൽ വളരെ പ്രധാനപ്പെട്ട ദുനിയാവിലും ആഖിറത്തിലും നമ്മൾക്ക് ഉപകാരം ലഭിക്കുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു പേരുണ്ട്. ഏതാണ് ആ പേര്? അൽ ബാസിത്തു. ഇതറിയാത്ത ആളുകൾ ആരും ഉണ്ടാവൂല, പക്ഷെ ഇതിന്റെ മഹത്വം അറിയില്ല. യാ ബാസിത്തു യാ അല്ലാ. എന്റെ കൂടെ ഒന്ന് 10 പ്രാവശ്യം എല്ലാവരും പറയും. യാ ബാസിത്തു യാ അല്ലാ, 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 യാ ബാസിത്തു യാ അല്ലാ. അല്ലാഹുവേ, ഈസ്മിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി തരണേ അല്ലാ. ഈ യാ ബാസിത്തു യാ അല്ലാ എന്നുള്ളത് നമ്മളെ വീട്ടിൽ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യം നൽകുകയില്ല. ഓട്ടോമാറ്റിക്കലായി നമ്മൾക്ക് വേണ്ട ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, വെള്ളം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകും. അഥവാ ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ, എരക്കാതെ, ദരിദ്രനാവാതെ, പട്ടിണി കിടക്കാതെ ജീവിക്കാൻ ഒരവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. മഹാന്മാര് പറയുന്നുണ്ട്, മൻ കതബ ഇസ്മഉൽ ബാസിത്ത്, അല്ലാഹുവിന്റെ ഇസ്മായ യാ ബാസിത്തു യാ അല്ലാ എന്ന് ഒരാൾ എഴുതിയാൽ, അവന്റെ വീട്ടിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ യഅ്തീഹിർ റിസ്ഖു, അവനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അല്ലാഹു കൊടുക്കുകയാണ്. ഭക്ഷണത്തിൽ വിശാലതയാണ്, പട്ടിണിയില്ല, ദാരിദ്ര്യമില്ല, ഒരാളുടെ കയ്യിൽ നിന്നും കടം വാങ്ങേണ്ടി വരില്ല എന്ന് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു എടുത്ത കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. ഇതെങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ഇൻഷാ അല്ലാഹ് എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിയാൽ കാണും. യാ ഓരോരോ അക്ഷരങ്ങളായിട്ട് നമ്മൾ എഴുതണം. യാ ബാ സി തു, അങ്ങനെ ഓരോ അക്ഷരങ്ങളായി നമ്മൾ എഴുതണം. ഇസ്മു വളരെ പ്രധാനപ്പെട്ടതാണ്. യാ ബാസിത്തു യാ അല്ലാഹ്. എല്ലാവരും ഈ മജ്ലിസ് കേൾക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞിട്ട് ദാരിദ്ര്യമാണ് ഉസ്താദെ, അരി വാങ്ങാൻ പോലും ഭക്ഷണം ഇല്ലാത്ത അവസ്ഥ ഉണ്ട്, പൈസ ഇല്ലാത്ത അവസ്ഥ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നമ്മളെ മജ്ലിസ് കാണുന്ന എല്ലാവരും അവരുടെ വീട്ടിൽ എഴുതാൻ അറിയുന്ന മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് നല്ല വൃത്തിയായ പേപ്പർ എടുത്തിട്ട് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് നമ്മൾ എഴുതി, കാഷ്ടവും മൂത്രവും ഒന്നും ആകാത്ത നല്ല വൃത്തിയുള്ള സ്ഥലത്ത്, പൊടിയൊന്നും ആകാത്ത ഒരു നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ആ യാ ബാസിത്തു യാ അല്ലാഹ് നമ്മളെല്ലാവരും എഴുതി വെക്കണം.
വെക്കണം. ഇൻഷാ അല്ലാഹ് എൻ്റെ വീട്ടിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എൻ്റെ മജ്ലിസ് കാണുന്ന നമ്മളെ ദാറുൽ മുബീൻ കുടുംബങ്ങൾക്കും ആ അനുഗ്രഹങ്ങൾക്ക് ലഭിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ മജ്ലിസിൽ ഇത് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഈ യാ ബാസിത്തു യാ അല്ലാഹ് എന്നുള്ള ഇസ്മിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഈ മഹത്വം മാത്രമല്ല, മഹാന്മാര് പറയുന്നുണ്ട്, മൻ അറാദ അൻ യർസുഖൽ മാല, ആർക്കെങ്കിലും സാമ്പത്തികമായ ഹല്ല്, സാമ്പത്തികമായ അഭിവൃദ്ധി ആഗ്രഹിക്കുന്നുണ്ടോ, അൽ വലദ, മക്കൾ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെ? മക്കളില്ലാതെ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ മക്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ വസഅത ഫിൽ മഈഷ, നല്ല ജീവിതം ആഗ്രഹിക്കുന്നുണ്ടോ? ആരാഗ്രഹിക്കാത്തത്? നല്ല ജീവിതം ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ലോകത്തുണ്ടാവില്ല. അങ്ങനെ നല്ല ജീവിതം ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ വതൈസീറ ഉമൂരി ദുനിയാ, ദുന്യവിയായ പ്രയാസങ്ങൾ മാറാൻ, ദുനിയാവിൽ സന്തോഷത്തോടെ ജീവിക്കണം, ആഖിറത്തിലും സന്തോഷത്തോടെ ജീവിക്കണം. അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഇസ്മായ യാ ബാസിത്ത് യാ അല്ലാഹ് എന്ന് പതിവാക്കട്ടെ, അത് നിത്യമാക്കട്ടെ. എത്ര പ്രാവശ്യം? 72 പ്രാവശ്യം. ഒക്കെ വളരെ സിമ്പിൾ അല്ലേ എന്ന് പറഞ്ഞു നോക്കാണ്. യാ ബാസിത്ത് യാ അല്ലാഹ്, യാ ബാസിത്ത് യാ അല്ലാഹ്, യാ ബാസിത്ത് യാ അല്ലാഹ്, യാ ബാസിത്ത് യാ അല്ലാഹ്, യാ ബാസിത്ത് യാ അല്ലാഹ് 72 പ്രാവശ്യം പറയാൻ 1 മിനിറ്റ് ശരിക്കും വേണോ? അല്ലെങ്കിൽ 2 മിനിറ്റ് ആത്മാർത്ഥതയോടെ കൂടെ പറയണം. ഞങ്ങൾ കുറെ യാബാസിത്ത് യാ അല്ലാഹ് എന്ന് പറഞ്ഞു ഉസ്താദ്, ഞങ്ങൾക്ക് ഒരു ഉപകാരം കിട്ടിയിട്ടില്ല, അങ്ങനെ പറയരുത്. നമ്മൾ ആത്മാർത്ഥതയോടുകൂടെ തെക്കുവയോടുകൂടെ ഒക്കിന്റെയും അടിസ്ഥാനം തെക്കുവയാണ്. തഖ്വയോടുകൂടെ, ഈമാനോടുകൂടെ, യഥാർത്ഥമായ അള്ളാഹുവിലുള്ള വിശ്വാസത്തോടുകൂടെ നമ്മളത് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മൾക്ക് നൽകും. എനിക്ക് നൽകിയിട്ടുണ്ട്, എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ വീട്ടിലേക്ക് സംശയമുള്ളവർക്ക് വന്ന് നോക്കാം. എൻ്റെ വീട്ടിൽ യാ ബാസിത്തു യാ അല്ലാഹ് എന്ന് ഞാൻ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഗസാലി ഇമാമിന്റെ ഈ കിതാബിൽ കണ്ട ഉടനെ ഞാൻ പോയി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വീട്ടിൽ എഴുതി വെക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ദിവസവും 72 പ്രാവശ്യം പറയാൻ കഴിയുന്ന ആളുകളൊക്കെ 72 പ്രാവശ്യം പറയണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ച് യാ ബാസിത്തു യാ അല്ലാഹ് എന്ന അല്ലാഹുവിന്റെ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവേ നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് നിത്യവും കാണുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ നീ ഖൈർ നൽകണേ റഹ്മാനെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെ മജ്ലിസിൽ എന്നും 1:30 മണിക്ക്, ഉച്ചക്ക് 1:30 മണിക്കാണ് നമ്മളെ വീഡിയോ അപ്ലോഡ് ആവുക. എല്ലാവരും അത് കയറി കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദാറുൽ മുബീൻ എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.